നമസ്കാരം, എല്ലാവർക്കും ഹെൽത്തി ടേസ്റ്റിയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമുക്ക് വളരെ പെട്ടെന്ന് ഒരു പുട്ട് തയ്യാറാക്കി എടുത്താലോ. ഇത് പൊടി വറക്കുകയോ പൊടി നനച്ചെടുക്കുകയോ ഒന്നും വേണ്ട. അപ്പോൾ ഇന്ന് നമുക്ക് കുത്തരി കൊണ്ടുള്ള പുട്ടുണ്ടാക്കിയെടുക്കാം. കഴിഞ്ഞ ദിവസം നമ്മൾ കുത്തരി കൊണ്ട് കൊഴുക്കട്ട ഉണ്ടാക്കിയിരുന്നല്ലോ, അതേ രീതിയിൽ തന്നെയാണ് ഇതിൻ്റെ പൊടി തയ്യാറാക്കുന്നത്. അതായത് തലേന്ന് തന്നെ അരി വെള്ളത്തിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് കുതിർത്തെടുക്കണം. തലേന്ന് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു 8-9 മണിക്കൂറെങ്കിലും നന്നായിട്ടൊന്ന് കുതിർത്തെടുക്കണം. അരി ഇപ്പോൾ നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. ഇതിനി നന്നായിട്ടൊന്ന് കഴുകി ഇതിൻ്റെ വെള്ളം ഒന്ന് പൂർണ്ണമായിട്ട് മാറ്റിയെടുക്കണം. പേപ്പറിലോ തുണിയിലോ ഒന്നും ഇടണ്ട, അല്ലാതെ തന്നെ ഒരു ചെറിയ നനവോടെയാണ് നമ്മളിത് പൊടിച്ചെടുക്കേണ്ടത്. മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഒരുപാട് വെള്ളമൊന്നുമില്ല, ഇതിൻ്റെ വെള്ളം ഒരുവിധം മാറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പാകത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. കാരണം ഇനി ഈ പൊടി നമ്മൾ കുഴയ്ക്കൊന്നും ചെയ്യത്തില്ല, അതുകൊണ്ട് ഇപ്പോൾ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതുപോലെ പൊടിച്ചെടുക്കണം. നല്ല ഫൈനായിട്ട് പൊടിച്ചെടുക്കണം എന്നുണ്ടെങ്കിൽ ചെയ്യാം. എന്നാൽ ഈ ഒരു രീതിയിൽ പൊടിച്ചെടുക്കുന്നതായിരിക്കും എളുപ്പം. കാരണം ഇതാണ് കുറച്ചുകൂടി എളുപ്പം, മറ്റേത് കുറച്ചുകൂടി ടൈം ആകും. അപ്പോൾ ഈ ഒരു പരുവത്തിൽ നമുക്കിത് പൊടിച്ചെടുക്കാം. ഇതിലിപ്പോൾ നമ്മൾ പാകത്തിന് ഉപ്പൊക്കെ ചേർത്തിട്ടാണ് പൊടിച്ചെടുത്തിരിക്കുന്നത്. ഇനി ഇതിൽ പ്രത്യേകിച്ച് ഉപ്പ് ചേർക്കേണ്ട, അതുപോലെ വെള്ളം ഒഴിച്ച് കുഴയ്ക്കുകയോ നനയ്ക്കുകയോ ഒന്നും ചെയ്യേണ്ട. ഇനി ഇത് തേങ്ങയും കൂടി ചേർത്തിട്ട് പുട്ടുകുറ്റിയിലേക്ക് വെച്ചിട്ട് ആവിയിൽ വേവിച്ചെടുത്താൽ മാത്രം മതി. പുട്ടുകുറ്റിയിൽ തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ അരിപ്പൊടി കൂടി ഇടാം. ഇതേപോലെ തേങ്ങയും അരിപ്പൊടിയും കൂടി ചേർത്തിട്ട് പുട്ടുണ്ടാക്കിയെടുക്കാം. ഈ പുട്ടുകുറ്റിയിൽ ആവി വന്നതിന് ശേഷം ഒരു 3-4 മിനിറ്റ് കൂടി വേവിച്ചെടുത്താൽ മതി. ഇതാ കുത്തരി കൊണ്ടുള്ള പുട്ട് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റാണ്, അതുപോലെ നല്ല ടേസ്റ്റുമാണ്. നമ്മുടെ വീട്ടിലിപ്പോൾ പുട്ടുപൊടി ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതേപോലെ തലേന്ന് തന്നെ അരി വെള്ളത്തിലിട്ടിട്ട് പിറ്റേന്ന് പൊടിച്ചെടുത്ത് പെട്ടെന്ന് തന്നെ പുട്ടുണ്ടാക്കാം. ആ പൊടി വറക്കുകയോ അല്ലെങ്കിൽ അതൊന്ന് കുഴച്ചെടുക്കുകയോ ഒന്നും വേണ്ട. നമുക്ക് വളരെ ഈസി ആയിട്ട് പുട്ട് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി നോക്കുക, അതിനുശേഷം അഭിപ്രായങ്ങളും അറിയിക്കണം. മറ്റൊരു നല്ല വീഡിയോയുമായിട്ട് വീണ്ടും കാണുന്നത് വരെ നന്ദി, നമസ്കാരം.